ബ്രെഡും മുട്ടയും കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ച് വളരെ ടേസ്റ്റോടു കൂടി നമുക്കൊരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലും ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് ടോസ്റ്റാണ്. ഇതിൽ നമ്മൾ മയോണൈസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലേ. ഇതിന് വേണ്ടി ഞാൻ ഇവിടെ 20 പുതിനയില എടുത്തിട്ടുണ്ട്, ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്, തണ്ടോടുകൂടി മല്ലിയില എടുക്കാമേ, 2 ടേബിൾ സ്പൂൺ തേങ്ങയും 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ചെറിയൊരു നാരങ്ങയുടെ അരമുറി നാരങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നാരങ്ങ കൂടെ ഇതിലോട്ട് പിഴിഞ്ഞങ്ങ് ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ കട്ട തൈര് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് തൈരിന് പകരം ബട്ടർ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നാൽ മതി കേട്ടോ. ഞാൻ ഇവിടെ തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. തൈരിന് ഓൾറെഡി പുളിയുണ്ട്, അതുകൊണ്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോൾ കുറച്ച് മാത്രമേ ഒഴിക്കാവൂ. ബട്ടർ ആണെങ്കിൽ അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചോളൂ കേട്ടോ. ഇത് അരച്ചെടുത്തിട്ടുണ്ട്, ഇതങ്ങ് മാറ്റി വെക്കാം. ഒരു മീഡിയം സവാളയും ചെറിയൊരു കാബേജും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു ചെറിയ തക്കാളി അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തെ കുരു കളഞ്ഞിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഒരു പാത്രത്തിലോട്ട് 3 മുട്ട പൊട്ടിച്ചിട്ടിട്ട് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കിയത് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ബ്രെഡിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് മുട്ടയും വെജിറ്റബിൾസിൻ്റെയൊക്കെ അളവ് ക്രമീകരിക്കാവുന്നതാണ് കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് മുട്ടയുടെ കൂട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. പാനിൻ്റെ വലിപ്പം അനുസരിച്ച് മുട്ടയുടെ കൂട്ട് ഒഴിച്ച് കൊടുക്കുക. ഞാൻ 3 ബ്രെഡിന് വെക്കത്തക്ക രീതിയിലുള്ള മുട്ടയുടെ കൂട്ടാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അടച്ച് വെച്ച് ഇതിനെ വേവിച്ചെടുക്കുക. വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അടപ്പ് മാറ്റിയിട്ട് നമുക്കിതിനെ തിരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അടച്ച് നമുക്കിങ്ങനെ ബ്രെഡ് നമുക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ബ്രെഡ് എടുക്കുക. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പുതിന ചട്നി ഉണ്ടല്ലോ, അത് ഇതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട വെച്ച് കൊടുക്കുക. ആവശ്യമെങ്കിൽ മാത്രം ഇതിൻ്റെ മുകളിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബട്ടറോ നെയ്യോ തേച്ചിട്ടുള്ള ഒരു ബ്രെഡും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ സെയിം പാനിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും ഇതിലോട്ട് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചിനെ ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ബ്രെഡ് ഞാൻ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുറിച്ചിട്ട് കാണിച്ച് തരാം കേട്ടോ. കണ്ടില്ലേ എൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്? നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു പുതിന ചട്നിയുടെയൊക്കെ ടേസ്റ്റും മുട്ടയും കെച്ചപ്പിലൂടെ വരുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കും ഒരുപാട് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളിതിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.